ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ലോട്ടസ് മീഡിയ. അപ്പൊ നികിതേ, നമ്മളിപ്പോ എവിടെയാണ് പോകുന്നത്? ആദ്യമേ എല്ലാവരുടെയും ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ആയിരുന്നു. സോ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഞങ്ങളിപ്പോ വെക്കേഷൻ ആയതുകൊണ്ട് നമ്മളൊന്ന് പുറത്തു പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എവിടെയാണ് പോകുന്നത് ഗൈസ്? ഞങ്ങൾ ശരിക്കും ഇപ്പൊ പോകുന്നത് സ്വർഗം റെസ്റ്റോറന്റിലേക്കാണ്. ഇത് കുമ്പളം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് പോകുന്നത്. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സോ അതൊരു ബേസിക്കലി ഒരു കായലരികത്തുള്ള ഒരു റെസ്റ്റോറന്റ് ആണ്. സോ അത് ഉച്ചയ്ക്ക് 3 മണി തൊട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ബേസിക്കലി ഒരു രാത്രി സമയങ്ങളിൽ പോകുമ്പോഴാണ് കുറച്ചും കൂടെ ഒരു വൈബ്. സോ ഞങ്ങൾ കേട്ടിട്ടുള്ളത്, പോയിട്ടുണ്ട്. എങ്ങനെയുണ്ട് കണ്ട? നമ്മുടെ ക്രിസ്മസ് ട്രീ ഫുള്ള് വള്ളിപ്പെരുന്നാളാക്കി. പിന്നെ നമ്മള് പറഞ്ഞത് ഈ പുൽക്കൂട് നികിത വരാൻ നേരത്ത് വെക്കുന്നാണ്. നികിത വന്നില്ല ഗൈസ്. നികിതയ്ക്ക് മടിയായി, അതുകൊണ്ട് അവള് മേളിൽ തന്നെ ഇരുന്ന് ഗൈസ്. എനിക്ക് പിന്നെ ഇതെങ്ങനെയുണ്ട് കണ്ട? അത് ഓഫായിട്ടിരിക്കട്ടെ, അത് ആവശ്യമൊന്നുമില്ല. അപ്പൊ ഗൈസ് ഇത് കണ്ട, നമ്മളെ ഫുള്ള് കണ്ട ഇതുപോലത്തെ ചെറിയ ചെറിയ ലൈറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ആക്കി ഇരിക്കുകയാണ്. സുഹൃത്തുക്കളെ മാറ്റാൻ പറ്റില്ല, ഓഫാക്കിട്ട്. ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങൾ ഇന്നലെ മാരാരി ബീച്ചിൽ പോയിട്ടുള്ള കുറച്ച് വിഷ്വൽസും വീഡിയോ ഒക്കെ ഉണ്ട്. നിങ്ങൾ അത് പോയി കണ്ടിട്ട് വരുമ്പോഴത്തേനും ഞങ്ങൾ സ്വർഗത്തിലെത്തിയിട്ടുണ്ടാവും. ഓക്കെ. എനിക്ക് സ്വപ്നം കണ്ട എനിക്ക് എന്തോ പോലെയാണ് തോന്നുന്നത്. എനിക്ക് എന്താ തോന്നുന്നത്? എനിക്ക് ലുലു പോലെയൊക്കെ തോന്നുന്നു, ഇല്ലേ? ആ സ്വപ്നം എന്റെ കേക്കിന്റെ പീസ് മുറിച്ച് നടുവിലുള്ള എരമല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അതല്ലേ? ഇവിടെ ഭയങ്കര ഭയങ്കര അടിക്കുന്ന സ്ഥലമാണ് ഗൈസ്. ഞങ്ങളുടെ അമ്മ വീട് ഇവിടെയാണ്. ഇല്ല ഗൈസ്, പിന്നെ അത് ഇവിടെ പുതിയ ചിക്കിങ് വന്ന് കണ്ട. പക്ഷെ അത്ര ടേസ്റ്റ് ഒന്നും ഇല്ല ഗൈസ്. ഞാൻ വെറുതെ പറഞ്ഞു, നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. നമ്മളെ അരുവരെത്തി. പിന്നെ ഇവിടെ ഇത്ര ബ്ലോക്ക് വരാൻ കാരണം ഞാൻ ഇത് ശ്രദ്ധിച്ചപ്പോഴാണ് ഗൈസ് അറിഞ്ഞത്. ഇവിടെ പള്ളിപ്പെരുന്നാളാണ് ഗൈസ്. അരൂർ പള്ളിയിൽ പെരുന്നാളാണ് ഗൈസ്. അതുകൊണ്ടാണ് ഇത്ര തിരക്ക്. നമ്മള് മറ്റന്നാൾ എത്തുള്ളൂ തോന്നാണ് ഗൈസ്. അപ്പൊ ഗൈസ് ഞങ്ങള് ഇവിടെ വന്നിട്ട് ഇവിടെ അരൂര് പാലം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ലെഫ്റ്റ് നേരെ പോവില്ലേ? ഒരു പൊളിഞ്ഞ മതിലാണ്. 50 മീറ്റർ വരെ തൊട്ടടുത്ത് കാണാം. ഒരാള് നിൽക്കുന്നുണ്ട് അവിടെ. ഇങ്ങോട്ടാണോ തിരിച്ചു വരേണ്ടത്? ഇവിടത്തെ റോഡ് ക്ലോസ്ഡ് ആണ്. ഇവിടെ ഇതുവഴി വണ്ടി പോകത്തില്ല. ഇവിടെ നിന്ന് നമ്മള് വണ്ടി പാർക്ക് ചെയ്യണം. എന്റെ ദൈവമേ, ദൈവമേ എന്റെ ദൈവം, എത്ര പേരാണ് ഗൈസ്. അപ്പൊ ഗൈസ് അവിടെ വണ്ടി റിവേഴ്സ് എടുക്കണേണ്. റിവേഴ്സ് ആണ് ഫ്രണ്ട് ആയിട്ട് ഗൈസ്. നമ്മൾ അരൂര് പാലത്തിന്റെ കായലിന്റെ അങ്ങോട്ടാണ്, കായലിന്റെ സൈഡിലാണ് നമ്മുടെ സ്വർഗം ഹോട്ടൽ.
ഇത് പണ്ടൊരു ഷാപ്പായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അറിവ്. പണ്ട് ഷാപ്പായിരുന്നെങ്കിൽ പണ്ട് ഞാനിവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഇവിടെ പ്രാവശ്യം ഇവിടെ വന്നിട്ടാണല്ലോ എൻ്റെ ഒരു ഓർമ്മ. ഇങ്ങനെ തെങ്ങിൻ്റെയൊക്കെ ചുറ്റിനും ഞങ്ങൾ ഇങ്ങനെ ഒരു ടേബിൾ പോലെയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഒരു ഇപ്പോഴേ മീൻ പൊള്ളിക്കാൻ മണം വന്നിട്ട്. അകത്തോട്ട് കയറിയപ്പോൾ തന്നെ നല്ല മീൻ പൊരിക്കുന്ന മണമാണ് വന്നത്. ഒരു ഡിഫറെന്റ് ലൊക്കേഷനാണ്. രാത്രി ആയത് കാരണം നമുക്ക് പണ്ട് കാണാൻ. റോഡ് പണി നടക്കുന്ന കാരണമാണ്. അല്ലെങ്കിൽ ഇവിടെ വരെയും വന്ന് വണ്ടി കാറൊക്കെ ഇവിടം വരെയും വന്ന് ഈ സ്പേസിൽ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ്. ഇവിടം വരെയും ഡയറക്റ്റ് വരാവുന്ന സ്ഥലമാണ്. വാവ്, അത് കൊള്ളാമല്ലേ. ആദ്യം ഈ ലൊക്കേഷൻ ഒന്ന് മൊത്തം ചുറ്റി കണ്ടിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെ ഇരിക്കണമെന്നുള്ള തീരുമാനിക്കാം. ഇവിടെയാണ് ഡൈനിങ് ഏരിയ. ഇവിടെയാണ് നമുക്കിതൊന്നും നോക്കിയിട്ട് വരാം. അരൂർ കായലിൻ്റെ സകല സൗന്ദര്യങ്ങളും ഒപ്പിയെടുക്കുന്ന ഒരു ലൊക്കേഷനാണ്. വൈബ് സെറ്റപ്പ്. ഇഷ്ടപ്പെട്ടാ സുസ്മി? സൂപ്പർ. നമിത എങ്ങനെയുണ്ട്? സ്ഥലം എങ്ങനെയുണ്ട്? നോസ്റ്റ് അടിക്കണല്ലേ. അവിടെ എഴുപതിനുള്ള സ്ഥലം പോലെ ഉണ്ടല്ലേ. ഇതിനോട് അടിപൊളിയായിരിക്കും സെറ്റപ്പ് ആക്കി വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിവിടെ ഏതായാലും ഇവിടെ റിസർവ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പറയട്ടെ. അതെ, അവിടെ ഇല്ല. എവിടെ ഇരിക്കും? ഇവിടെ ഇരിക്കും. നല്ല പാലപ്പത്തിൻ്റെ മണമനുണ്ടല്ലേ. അല്ലേ, ശരിയല്ലേ? മെനു എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് ഇവിടെ? മെനു കാർഡായിട്ട് അത് ഐറ്റംസ് പറയാമോ? മെനു നമുക്ക് മെനു വെളിയിൽ വെച്ചിട്ടുണ്ട്. മെനു വെളിയിൽ വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഫുഡിന്റെ അവൈലബിലിറ്റി അനുസരിച്ചാണ്. മെനു കാർഡ് ഇല്ല. ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ ഇന്ന് എന്താ ഞങ്ങൾ ഫിഷാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഉള്ള ഫിഷ് ഐറ്റംസ്? നമുക്ക് നെയ്മീൻ മസാലയുണ്ട്. നെയ്മീൻ തേങ്ങാപ്പാൽ മാങ്ങ അരച്ച നെയ്മീൻ മസാലയുണ്ട്. നെയ്മീൻ തവ ഫ്രൈ ഉണ്ട്. ഓക്കെ. പിന്നെ കരിമീൻ ഇലയിൽ പൊള്ളിച്ചത്. പിന്നെ ക്രാബ് റോസ്റ്റ്, പ്രോൺസ് റോസ്റ്റ്, പ്രോൺസ് തവ ഫ്രൈ, കക്ക ഫ്രൈ, അയില കാന്താരി തവ ഫ്രൈ, ഇതൊക്കെ നമുക്ക് നെയ്മീൻ തവ ഫ്രൈ. അത് എങ്ങനെയാണ്? അത് ഫുൾ സൈസാണോ? അത് സ്ലൈസ് പീസ് ആയിരിക്കും അല്ലേ? ഓക്കെ. പിന്നെ പ്രോൺസ് റോസ്റ്റ്, പ്രോൺസ് തവ ഫ്രൈ, കക്ക ഫ്രൈ, അയില കാന്താരി തവ ഫ്രൈ. മെയിനായിട്ട് നിങ്ങൾ ഫിഷ് ആണോ മെയിനായിട്ട് ഇവിടെ കോൺസെൻട്രേറ്റ്? ഡക്ക്, ചിക്കൻ, ബീഫ്, ഫിഷ്. ഓക്കെ.
ഞാൻ ടോട്ടൽ മെനു പറയാം. ഓക്കെ. ബ്രെഡ് ഐറ്റംസ് നമുക്ക് വരുന്ന കഴിക്കാനായിട്ട് പുട്ട് 3 ടൈപ്പ് വരുന്നുണ്ട്. അരിപ്പുട്ട്, നൂൽപുട്ട്, ഗോതമ്പ് പുട്ട് 3 ടൈപ്പ് പുട്ട്. പിന്നെ ചപ്പാത്തി, അരിപ്പത്തിരി, കല്ലപ്പം, കപ്പ ചമ്മന്തി, കപ്പ ബിരിയാണി ഉണ്ട്, ബീഫാണ്. പിന്നെ പിടിയുണ്ട്, പിടി ചിക്കൻ, പിടി ബീഫ്. പിടിയും പിടി ബീഫും ഉണ്ട്. ഓക്കെ. പാൽക്കപ്പ ഫിഷ് കോംബോ ഉണ്ട്. പാൽക്കപ്പ ഫിഷ് കോംബോ വരുമ്പോൾ തേങ്ങാപ്പാലും കപ്പയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പോർഷൻ ഫിഷ് വരും. അത് കേര ചൂരയാണ്. ഓ അത് വേണ്ട, ചൂര. പിന്നെ ഫിഷിനകത്ത് നെയ്മിൻ്റെ തലക്കറി ഉണ്ട്. പിന്നെ ബാക്കി പറഞ്ഞ നെയ്മീൻ കാന്താരി മസാല, കാന്താരി മസാല അതായത് തേങ്ങാപ്പാൽ കാന്താരി അരച്ച് ചേർത്ത മസാലയാണ്. അതുപോലെ തന്നെ നെയ്മീൻ നോർമൽ നെയ്മീൻ മസാല, അത് മാങ്ങ അരച്ച നെയ്മീൻ മസാലയാണ്. പിന്നെ നെയ്മീൻ തവ, മാങ്ങയൊന്നും വേണ്ട, അത് വേണ്ട, മാങ്ങ മിക്സായിട്ടല്ല മാങ്ങ അരച്ച് ചേർത്താണ്. നെയ്മീൻ തവ ഫ്രൈ, കരിമീൻ ഇലയിൽ പൊള്ളിച്ചത്, കക്ക ഫ്രൈ, അതിലെ കാന്താരി തവ ഫ്രൈ, പ്രോൺസ് റോസ്റ്റ്, പ്രോൺസ് തവ ഫ്രൈ. അപ്പോൾ ഒരു കാര്യം നെയ്മീൻ തന്നെ പറ, നെയ്മീൻ തന്നെ ബീഫിനകത്ത് ബീഫ് സ്റ്റൂ, അല്ല ബീഫില്ല, ചിക്കനില്ല, ഒന്നും വേണ്ട, ബീഫും ചിക്കനും വേണ്ട, വേണ്ട, നമുക്ക് ഫിഷ് മാത്രം മതി. കാരണം നമ്മൾ ഇന്ന് ഫിഷ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കണം. ഫിഷ് ഏതൊക്കെ വേണ്ട? ഫിഷ്, നെയ്മീൻ, നെയ്മീൻ തവ ഫ്രൈ. അത് ഈ പീസ് എന്ന് പറയുമ്പോൾ വലിയ പീസായിരിക്കും, അത് ചെറിയ ഫിഷ് സ്ലൈസ് പീസാണ്. അത് സൈസാണ് അതിന്റെ ഈ റേറ്റ്. സൈസ് ഉണ്ടാവും. അത്യാവശ്യം സൈസുള്ള. അപ്പോൾ എത്ര എണ്ണം വേണ്ടി വരും നമുക്കൊരു? അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് പറ. ഒരു കരിമീൻ പൊള്ളിച്ചത്, ഒരു നെയ്മീൻ തവ ഫ്രൈ, പിന്നെന്താ വേണം? പ്രോൺസ് ഏതാ വേണ്ട? റോസ്റ്റ് ഉണ്ട്. പ്രോൺസ് വേണ്ട. ഓക്കെ. ക്രാബ് വേണം? ക്രാബ് കഴിഞ്ഞു. പിന്നെന്താ വേണം? ഇനഫ് ക്വാണ്ടിറ്റി ആവുക? ആയില്ല അല്ലേ? എത്ര പേർക്കുള്ള ആയില്ല? നെയ്മീൻ തവ ഫ്രൈയും ഒരു കരിമീൻ ഇലയിൽ പൊള്ളിച്ചത് പൊളിച്ചിട്ട് ആയിട്ടുള്ളൂ. കക്ക ഫ്രൈ ഉണ്ട്, അതിലെ കാന്താരി തവ ഫ്രൈ ഉണ്ട്. അപ്പോൾ അപ്പം ഉണ്ടല്ലോ അല്ലേ? ഫ്രഷ് അപ്പം ഉണ്ടല്ലോ. അപ്പം, ചപ്പാത്തി, പത്തിരി, അപ്പം മതി, അപ്പം മതി. കല്ലപ്പമാണ്, അതായത് ദോശ പോലെ ചുട്ടപ്പം. ഓക്കെ, അത് മതി, കുഴപ്പമില്ല. എത്ര അപ്പം വേണം? രണ്ടെണ്ണം വെച്ച് എടുക്കും. എടുക്ക, വേണം, പറയാം. 10 പത്തപ്പം. ഇത് രണ്ടും ഫ്രൈ ആണ്. 2 ഫ്രൈ ആണ്. ഗ്രേവി ഉള്ള തന്നെ ഉണ്ട്. ഗ്രേവിയുള്ള നെയ്മീൻ കാന്താരി മസാല, നെയ്മീൻ മസാല. നെയ്മീൻ ഒരു മസാലയും എടുക്കും. നെയ്മീൻ മസാല. തലക്കറി വേണോ? നെയ്മീൻ്റെ കരിമീൻ പൊള്ളിച്ചുണ്ട്, എടുത്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. കരിമീൻ പൊള്ളിച്ചാണ് കേട്ടോ. കരിമീൻ പൊള്ളിച്ച് ഇലയിൽ പൊള്ളിച്ചതാണ്. ഇച്ചിരി ഗ്രേവി ഉണ്ടാവും. ഗ്രേവി അതിനകത്ത് ഇലയിൽ വാഴയിൽ റാപ്പ് ചെയ്ത് ഉണ്ടാവും. ഗ്രേവിയാണ് വരുന്നത്. മതി. നെയ്മീൻ മസാല എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അപ്പം കഴിക്കാനുള്ള ഉണ്ടാവും. അത് മതി. അപ്പോൾ ഒരു നെയ്മീൻ തവ ഫ്രൈ, ഒരു നെയ്മീൻ തലയില്ല, തലക്കറി വേണം. വേണം. ഓക്കെ. നെയ്മീൻ തവ ഫ്രൈ ഒന്ന്, ഒരു കരിമീൻ ഇലയിൽ പൊള്ളിച്ചത്, 10 കല്ലപ്പം, ഒരു നെയ്മീൻ മസാല. കട്ടൻ ചായ വേണം. ഹോട്ടായിട്ട് സിനമൺ കട്ടൻ ഉണ്ട്. കട്ടൻ ചായ പറയാമല്ലോ. കറുകപ്പട്ടായിട്ട് കട്ടൻ ചായ. പിന്നെ ജ്യൂസ് ഐറ്റംസ് ആണല്ലോ. ജ്യൂസ് വാട്ടർമെലൻ, പൈനാപ്പിൾ, ഷമാമ്, കോൾഡ് ബൂസ്റ്റ്, ഹണി ഗ്രേപ്പ്, ബദാം മിൽക്ക്, ഫ്രഷ് ലൈമും, മിന്റ് ലൈമും, ജിഞ്ചർ ലൈം. ഷേക്ക് ഐറ്റംസ്. കോൾഡ് ബൂസ്റ്റ് എത്ര? കോൾഡ് ബൂസ്റ്റ് വേണം? ഒരു കോൾഡ് ബൂസ്റ്റ്, 2 ബദാം മിൽക്ക്. നമുക്ക് ലൈം ജ്യൂസ് പറയാം. ഇവർക്ക് 2 ഇത് പറ. എന്താ നമ്മൾ നേരത്തെ കട്ടൻ പറഞ്ഞ? 2 ബദാം മിൽക്കും ഒരു കോൾഡ് ബൂസ്റ്റും പറഞ്ഞു. കട്ടൻ എത്ര കട്ടൻ വേണം? സാധാ ബൂസ്റ്റ് ഹോട്ടായിട്ട് 6. പിന്നെ പറഞ്ഞാൽ മതി. ഇപ്പോൾ ഇത്രയും പ്ലേസ് ഇട്ടെ. നെയ്മീൻ തവ ഫ്രൈ, ഒരു കരിമീൻ ഇലയിൽ പൊള്ളിച്ചത്, 10 കല്ലപ്പം, നെയ്മീൻ മസാല. ഓക്കെ.
ഓ നികിത ആദ്യമായിട്ട് ഒരു സ്ഥലം പറഞ്ഞത്. എനിക്ക് നല്ല അഭിമാനമുണ്ട്. നികിതയാണ് ഈ സ്ഥലം സജസ്റ്റ് ചെയ്തത്. ഏതായാലും ഞാൻ ഫസ്റ്റ് ടൈമാണ്, എനിക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു. ഏതായാലും നമ്മൾ ഇന്നത്തെ ലൊക്കേഷൻ നമ്മൾ കറക്റ്റ് ആയിരുന്നു. നല്ല അപ്പമാണ് ഗൈസ്, നിങ്ങൾക്ക് ഇത് കണ്ട് ലൈക്ക് നിങ്ങൾ ഇതൊന്ന് നോക്ക്, കണ്ടോ? ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ചൂട് നല്ല അപ്പമാണ്, നല്ല സോഫ്റ്റ് അപ്പമാണ്. ഒരു ചെറിയൊരു മധുരമുണ്ട്, പക്ഷെ അതും ഈ ഒരു ചാറിൽ മുക്കി ചെറിയൊരു മീൻ കഷ്ണവും കൂട്ടി ഇങ്ങനെ കഴിക്കുമ്പോൾ പിന്നെ നെയ്യ് ഇന്നോട്ട് ഇഷ്ടമാണ്. പിന്നെ ഇവിടുത്തെ വൈബ് സറു നിങ്ങൾക്ക് കുറച്ചും കൂടെ വൈബായിട്ടിരിക്കുന്ന ശരിക്കും അവിടെ ആ കായലിന്റെ സൈഡിൽ തന്നെ ഒരുപാട് ടേബിൾസ് ഉണ്ട്. അവിടെയൊക്കെ ഇപ്പം കംപ്ലീറ്റ്ലി കുറെ ആളുകളുണ്ട്, അതൊക്കെ ഫുള്ളായിട്ടിരിക്കുകയാണ്. നെയ്മീൻ തവ ഫ്രൈ പുള്ളിയിലായിരുന്നു. നമ്മുടെ നാടൻ രുചികൾ ഭക്ഷിക്കാനായിട്ട് വന്നിരിക്കുന്ന യങ്സ്റ്റേഴ്സാണ് ഇവിടെ കൂടുതൽ. വിത്ത് ഫാമിലി, ഇഷ്ടംപോലെ ഫാമിലീസ് ഉണ്ട്. എന്തായാലും ഈ ലൊക്കേഷൻ ഭയങ്കര വൈബ് ലൊക്കേഷനാണ്. ഒരു ഈവനിങ്ങിൽ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ 4-5 മണിക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു അവിടുത്തെ വ്യൂ ഒക്കെ നമുക്ക് കുറച്ചും കൂടെ കാണാനൊക്കെ പറ്റും. അങ്ങോട്ടേക്ക് ഇരിക്കുമ്പോഴാണ് കറക്റ്റ് കായലിന്റെ സൈഡിൽ തന്നെ ടേബിളൊക്കെ ഉണ്ട്. ഒരു വലിയ ഗ്രൂപ്പ് വരുന്നവർക്ക് ഇരിക്കാനുള്ള ടേബിളൊക്കെ അവൈലബിൾ ആണ്. ഇത് ഒരുപാട് നമ്മുടെ മലയാളം ഫിലിം ആക്ടേഴ്സ് ഒക്കെ ഒരുപാട് പേര് വന്നിട്ടുള്ള സ്ഥലമാണ്. നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് റിവ്യൂസ് ഒക്കെ ഉള്ള ഒരു പ്ലേസ് ആണ്. അങ്ങനെയാണ് ഞാൻ ഇതിനെപ്പറ്റി അറിഞ്ഞത്. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഈ വറുത്തതില് നമുക്ക് ഇച്ചിരി ചൂട് പോകാൻ വെക്കാം. ആ സമയം നമുക്ക് ഈ നാരങ്ങയൊക്കെ ഒന്ന് പിഴിഞ്ഞ് സെറ്റാകും. ഞാനപ്പോൾ ഇവിടെ ഇച്ചിരി ഫ്രൈ എടുത്ത് കഴിക്കട്ടെ. ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്ന് ചില്ല് ചെയ്തിരിക്കാൻ പറ്റിയ സ്പോട്ടല്ലേ. ഡെഫിനറ്റ്ലി ഞാൻ ഇനിയും വരുന്നതായിരിക്കും. മറ്റൊരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള നല്ല റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചധികം സമയം എടുക്കും ഇത് വരാൻ. പക്ഷേ ഇത് കറക്റ്റ് ടൈമിനുള്ളിൽ നമ്മൾ ഓർഡർ ചെയ്ത് അധികം താമസിക്കാതെ തന്നെ എല്ലാ ഫുഡ് ഐറ്റംസും ആൾക്കാരെ ബോറടിപ്പിക്കത്തില്ല. അപ്പം തന്നെ അതും നല്ല ചൂടോടുകൂടെ തന്നെ. അതാണ് എല്ലാം നല്ലതുകൊണ്ട് പറഞ്ഞിട്ട് മാത്രം ശരി, എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കും. നമ്മുടെ രീതി അതാണല്ലോ. അല്ല, നമ്മൾ ഇത് കഴിച്ചിട്ട് കഴിക്കാം. എന്ത് ടേസ്റ്റ് ആണ് ഇത്? ഫസ്റ്റ് കുടിക്കുമ്പോ തന്നെ കറുവപ്പട്ടയുടെ ഒരു ബേസില്, ആ കറുവപ്പട്ടയാണ്, സിനമൺ അല്ലേ, അതില് കട്ടൻ ചായയുടെ ഒരു ഇതിങ്ങനെ ബ്ലെൻഡ് പപ്പയുടെ കേട്ടോ. ഞാൻ അവസരം കുടിച്ചു. ഇതാണ് ബദാം. നമ്മുടെ സെലക്ഷൻ ഇന്ന് സൂപ്പർ ആയിരുന്നു അല്ലേ. ഇതെല്ലാം കഴിച്ചതിന് വീട്ടിൽ പോയിട്ട് കിടന്നു. ഓട്സിന് കഴിക്കുക ഉറങ്ങുക. വർക്കൗട്ടൊക്കെ ചെയ്യുമോ? എന്ത് വർക്കൗട്ട്?
എന്നാ പറഞ്ഞെന്നാ? എല്ലാം കുൽഫിയാണല്ലേ? കംപ്ലീറ്റ് കുൽഫിയാണല്ലോ. കുൽഫി മാത്രമല്ല ഇവിടെ. എനിക്ക് എന്നാ പറയും? ചിക്കുന്നല്ല. നികിതയുടെ ഒരു നല്ലൊരു റിവ്യൂ എനിക്ക് വേണമായിരുന്നല്ല. ഇവിടുത്തെ എക്സ്പീരിയൻസിനെ പറ്റി, സ്വർഗത്തിനെ പറ്റിയുള്ള ഒരു എക്സ്പീരിയൻസ് പറയാം. ഓക്കെ, സോ നമ്മൾ ബേസിക്കലി ഇത് ആരെയും പ്രൊമോട്ട് ചെയ്യാനായിട്ടോ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ജെന്യൂൻ ആയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു റിവ്യൂ മാത്രമാണ്. ഞങ്ങളിവിടെ മറ്റാരും പറഞ്ഞിട്ടില്ല, നമ്മൾ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കണ്ടിട്ട് വന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളൂ. വിത്ത് ലീസ്റ്റ് എക്സ്പെക്ടേഷൻസ്, നമുക്ക് ഒരു പ്രതീക്ഷയും ഇല്ലാണ്ടാണ് നമ്മൾ വന്നത്. പക്ഷേ വി ആർ ഗോയിങ് ബാക്ക് വിത്ത് ലോട്ട്സ് ഓഫ് ഗുഡ് മെമ്മറീസ്. ലീസ്റ്റ് എക്സ്പെക്ടേഷൻസിൽ വന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റി. ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഇന്ന് ഫിഷ് ഐറ്റംസ് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. പക്ഷേ സ്വർഗം സ്പെഷ്യൽസ് ഒരുപാട് ഡിഷസ് ഉണ്ട്. സോ നമ്മൾ ഇന്നിവിടെ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഇതൊന്നും ഒരു പ്രൊമോഷനെ ബേസ് ചെയ്തിട്ട് ഒന്നുമല്ല. ഞങ്ങൾക്ക് തോന്നിയ സത്യസന്ധമായിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള ഞങ്ങൾക്ക് തോന്നിയ റിവ്യൂ ആണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. മറ്റാരും പറഞ്ഞിട്ടുള്ള നമ്മൾ ഇൻസ്റ്റഗ്രാം വഴിയിട്ട് നമ്മൾ ഇതിനെ പറ്റിയിട്ട് അറിഞ്ഞ് ജസ്റ്റ് വിത്ത് ലീസ്റ്റ് എക്സ്പെക്ടേഷൻസ് നമ്മൾ വരികയായിരുന്നു. നമുക്ക് ടു ഹാവ് എ നൈറ്റ് ഔട്ട് അത്രേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ മനസ്സിൽ. സോ നമ്മൾ വന്നു ആൻഡ് വി ജസ്റ്റ് ഹാഡ് എ ഗുഡ് ടൈം. സോ നൗ വി ആർ ഗോയിങ് ബാക്ക് വിത്ത് എ ലോട്ട് ഓഫ് ഗുഡ് മെമ്മറീസ്. ഓക്കെ, സോ ഇവിടെ വന്ന് ഞങ്ങൾ ഇന്ന് ഫിഷ് ഐറ്റംസ് മാത്രമാണ് ഞങ്ങൾ ട്രൈ ചെയ്തത്. പക്ഷേ ഇവരുടെ വേറെ സ്പെഷ്യൽസ് ഉണ്ട്. ലൈക്ക് ബീഫ് ഐറ്റംസ് ഉണ്ട്, അതുപോലെ തന്നെ ചിക്കൻ ഐറ്റംസ് ഉണ്ട്, അതുപോലെ തന്നെ ബ്രെഡ് ആയിട്ടാണെങ്കിൽ പുട്ടിൻ്റെ തന്നെ വെറൈറ്റി ഉണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞങ്ങൾ വളരെ ചെറിയൊരു ഇത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ, പക്ഷെ അത് തന്നെ നല്ല ഇതായിട്ടുണ്ട്. സോ ഞാൻ എന്തായാലും ഡെഫിനറ്റ്ലി ഞാൻ ഇനിയും തിരിച്ചു വരുന്നതായിരിക്കും. ഇവിടെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. സോ നിങ്ങൾ കറക്റ്റ് ടൈമിന് വരിക. ലൈക്ക് ഒരു 5 to 6 ആ ഒരു ടൈമിലൊന്നും നിങ്ങൾക്ക് സൺസെറ്റൊക്കെ ആസ്വദിക്കാം. സോ അതൊരു പെർഫെക്റ്റ് ടൈം ആയിരിക്കും. സോ എല്ലാവരൊക്കെ ആയിട്ട് ഒന്ന് ചില്ല് ചെയ്യാനൊക്കെ പറ്റിയൊരു പെർഫെക്റ്റ് പ്ലേസ് ആണ്. സോ ഡു ചെക്ക് ഔട്ട് ദിസ് പ്ലേസ്. സോ ബൈ. ആർക്കും പോകണ്ടേ? വീട്ടിൽ പോകണ്ടേ? ഏ 31st പ്രോഗ്രാം ഉണ്ടല്ലേ? ഓക്കെ. ടോട്ടൽ പ്രോഗ്രാം ആയിരിക്കും. അന്ന് 3 PM to ഉള്ള ടൈമാണോ? 3 to 11 ആണ് 31st. ഞങ്ങൾ വീഡിയോ ഇടാതെ ഇപ്പോൾ 31st ഒക്കെ അടുത്ത വർഷം ഇടുള്ളൂ മിക്കവാറും. പറഞ്ഞിട്ടുണ്ട് ഓണേഴ്സ് ഏതായാലും പ്രോഗ്രാംസ് ചിലപ്പോൾ 12 കൂടുതൽ ഉണ്ടാവും, അറിയത്തില്ല. ആയിക്കോട്ടെ, ഓക്കെ. കൊച്ചി കായലിൻ്റെ തീരത്തുള്ള അതിമനോഹരമായ ഒരു റെസ്റ്റോറൻ്റാണ്. കായലിൻ്റെ ഓളപ്പരപ്പുകളിലെ ആ കുളിർമയുള്ള കാറ്റും നല്ല അന്തരീക്ഷവും ഇവിടുത്തെ രുചികരമായ ഭക്ഷണവും ഭക്ഷണപ്രേമികളുടെ ഒരിഷ്ട സ്ഥലമാക്കി മാറ്റിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത് ഭക്ഷണപ്രേമികളുടെ സ്വർഗം തന്നെയാണ്. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ കാണാം. അതുവരേക്കും ബായ്.